ഈശോയെ പിഞ്ചൊല്ലുവാൻ വള്ളം വലയുമെല്ലാം നിത്യമോപേക്ഷിച്ചു നീ ഞങ്ങൾക്കു മാതൃകയാ. താബോരിൻ തേജസ്സിലും ഗത്സമേൻ ദുഃഖത്തിലും ജായിറോസിൻ മോദത്തിലും നിന്നു നീ ഈശോയ്ക്കൊപ്പം. പാലസ്തീന നാട്ടിലും സ്പെയിനിലുമാകെ നീ സുവിശേഷ വേല ചെയ്തു വിശ്രുതനായി മാറി. ഹെരോദിൻ വാളിനാലെ തൻ ജീവനർപ്പിച്ചു നീ ശ്രീഹരിൽ ഒന്നാമനാം സഹൃദയായി തീർന്നുവല്ലോ. ദുഷ്ടദുരിതങ്ങളും ആദികൾ വ്യാധികളും നീക്കിടും യാക്കോബ് ശ്ലീഹ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ ധ്യാനിച്ചതുപോലെ പരിശുദ്ധ അമ്മ ഗബ്രിയേൽ ദൂതനോട് ശിശു സഹജമായ രീതിയിൽ ഒരു സംശയം ചോദിക്കുകയാണ്. പരിശുദ്ധ അമ്മ ആ സംശയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. മുൻവിധിയും വെറുപ്പും വിദ്വേഷവും വെച്ചായിരിക്കരുത് നമ്മുടെ സംശയ നിവാരണങ്ങൾ. ദൈവത്തോട്, എൻ്റെ സഹോദരങ്ങളോട് എൻ്റെ സംശയം എളിമപ്പെട്ട് താഴ്മയുടേതായിരിക്കണം. യാക്കോബ് ശ്ലീഹായുടെ മാധ്യസ്ഥ്യം തേടുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം. എൻ്റെ ജീവിതത്തില് എൻ്റെ ഭർത്താവിനോടാകട്ടെ ഭാര്യയോടാകട്ടെ ഏതെങ്കിലും തരത്തിൽ മുൻവിധി വെച്ചുള്ള സംശയമാണോ എൻ്റെ ജീവിതത്തിലുള്ളത്? എൻ്റെ അയൽക്കാരോട്, എൻ്റെ കൂടപ്പിറപ്പുകളോട്, ഞാൻ ആയിരിക്കുന്ന ഇടവകയോട്, ഞാൻ ആയിരിക്കുന്ന ജോലി സ്ഥലത്ത് മുൻവിധിയോടുകൂടിയുള്ള സംശയങ്ങളാണോ എൻ്റെ മനസ്സിലുള്ളത്? യാക്കോബ് ശ്ലീഹായുടെ മാധ്യസ്ഥ്യം തേടി നമുക്ക് ഈശോയെ എളിമയുള്ള ഒരു ഹൃദയത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിത നിയോഗങ്ങള്, പലരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളെല്ലാം നമുക്ക് ചേർത്ത് വയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് അനുഗ്രഹം നമുക്ക് ലഭിക്കും. വ്യക്തിപരമായ പ്രാർത്ഥനാ നിയോഗങ്ങളും നമ്മളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടവരെയും ഈ നൊവേനയും നമുക്ക് സമർപ്പിക്കാം. ഇന്നത്തെ നൊവേന ഏറ്റെടുത്ത് നടത്തുന്നവരെയും നമുക്ക് ഈശോയുടെ ബലിപീഠത്തിലേക്ക് സമർപ്പിക്കാം. യാക്കോബ് ശ്ലീഹ ഈശോയോട് ചേർന്ന് നിന്നതുപോലെ നമുക്കും ഹൃദയവും കൊണ്ടും ശരീരം കൊണ്ടും ആത്മാവ് കൊണ്ടും ഈശോയോട് ചേർന്ന് നിൽക്കാം. സബദീ പുത്രനും യോഹന്നാന്റെ സഹോദരനും തന്റെ പ്രിയ ശിഷ്യനുമായ യാക്കോബിനെ ഞങ്ങൾക്ക് മാതൃകയും മധ്യസ്ഥനുമായി നൽകിയ കർത്താവേ, നിന്റെ വത്സല മക്കളെ തൃക്കൺ പാർക്കണമേ. താബോറിലെ രൂപാന്തരീകരണത്തിലും ജായിറോസിന്റെ പുത്രിയെ ഉയർപ്പിച്ച വേളയിലും ഗെത്സമനിയിലെ പ്രാർത്ഥനയിലും യാക്കോബ് ശ്ലീഹായും തന്നോടൊപ്പം കൂട്ടിയ കർത്താവേ, ജീവിതത്തിന്റെ ഉയർച്ച താഴ്ചകളിൽ സദാ നിന്നോടൊപ്പമായിരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജന്മനാടായ പാലസ്തീനായാലും വിദൂരദേശമായ സ്പെയിനിലും സുവിശേഷ പ്രകാശം വിതറി സകലത്തിന്റെ കാസപാനം ചെയ്ത സ്വർഗകിരീടം ചൂടിയ നിന്റെ ശ്ലീഹായായ യാക്കോബിന്റെ പ്രാർത്ഥനാ സഹായത്താൽ ഞങ്ങളുടെ രോഗപീഠകളിലും ആകുലതകളിലും ആശ്വാസവും ഞങ്ങൾക്ക് ആത്മീയവും ഭൗതികവുമായ എല്ലാ സഹായങ്ങളും പ്രദാനം ചെയ്യണമേ. സകലത്തിന്റെ നാഥായ എന്നേക്കും. ഇസ്രായേൽ മിസ്രയീമിൽ നിന്നിറങ്ങി യാക്കോബിന്റെ മക്കൾ അന്യദേശത്ത് നിന്ന് പുറപ്പെട്ടു. ഞാൻ അത്ഭുതപ്പെടുന്നു, തിരുനാമം പുകഴ്ത്തുന്നു. കർത്താവിന്റെ തിരുസവിധത്തിൽ യാക്കോബിന്റെ ദൈവസന്നിധിയിൽ ഭൂതലം വിറകൊള്ളട്ടെ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അവിടുത്തെ കൃപയും സത്യവും മൂലം തിരുനാമത്തിന് മഹത്വം നൽകണമേ. കർത്താവ് നമ്മെ സ്മരിക്കുന്നു, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുന്നു.
ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കും. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും കർത്താവ് വർദ്ധിപ്പിക്കട്ടെ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ബാവായ്ക്കും പുത്രനും റൂഹാദുദിശായ്ക്കും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ സുസ്ഥിരമായ അഭയസങ്കേതവും നിത്യമായ പ്രകാശവും ശാശ്വതമായ പ്രത്യാശയായി ഞങ്ങൾ പ്രത്യേകമായി അനുസരിക്കുന്ന മാർയാക്കോബ്സിയുടെ പ്രാർത്ഥനയാൽ ഞങ്ങൾക്ക് സങ്കടങ്ങളിൽ ആശ്വാസവും പരീക്ഷകളിൽ ബലവും ക്ലേശങ്ങളിൽ തുണയും നൽകണമേ. ചോദിച്ചു മുമ്പ് തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്ന സ്വർഗീയ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചെന്ന കർത്താവെ, ദൈവപ്രാർത്ഥന ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ ഭാരത്തെയും ജീവിത ക്ലേശങ്ങളെയും സമചിത്തോടെ ഏറ്റെടുക്കാനുള്ള ശക്തിയും ധൈര്യവും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. തന്നെ സ്നേഹിക്കുകയും തന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെടുകയും ചെയ്യുന്നവർക്ക് എല്ലാം നന്മയ്ക്കായി പകർത്തുന്ന സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. നിന്റെ വിളി ശ്രവിച്ച മാത്രയിൽ തന്നെ വഞ്ചിയും മലയുപേക്ഷിച്ച് നിന്നെ അനുഗമിച്ച യാക്കോബ് സ്ലീഹായെ പോലെ സദാ ദൈവിക സ്വരം ശ്രവിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് കർത്താവെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തന്റെ രാജ്യത്തിൽ ഇടതും വലതും ഇരിക്കാൻ ആഗ്രഹിച്ച സൗദി പുത്രന്മാരിൽ ഒരുവനായ യാക്കോബ് സ്ലീഹായെ ദൈവതിരുവിഷ്ടത്തിന് കീഴ്വഴങ്ങാൻ പഠിപ്പിച്ച കർത്താവെ, സ്വാർത്ഥമോഹങ്ങൾ വെടിഞ്ഞ് നിന്നെ അനുഗമിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തന്നോടൊത്ത് സഞ്ചരിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ശിഷ്യഗണത്തിലെ വലിയ യാക്കോബിനെ പോലെ സദാ നിന്നോടുകൂടെ ആയിരിക്കുവാനും മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ കടന്നു ചെല്ലാനുമുള്ള ഹൃദയവിശാലതയും സന്മനസ്സും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമെന്ന് കർത്താവെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സമറായ വാസികൾ തന്നെ തിരസ്കരിച്ചപ്പോൾ ആകാശത്തിൽ നിന്നും അഗ്നി ഇറങ്ങി അവരെ ദഹിപ്പിക്കാൻ ഞങ്ങൾ പറയട്ടെയോ എന്ന് ചോദിച്ച യാക്കോബിനെ യോഹന്നാനെ ശാസിച്ച ഈശോയെ, ഞങ്ങളുടെ അനുദിന ജീവിത വ്യാപാരങ്ങളിൽ തടസ്സം നിൽക്കുന്നവരോട് ക്ഷമയോടും സ്നേഹത്തോടും കൂടി പ്രതികരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. യോഹന്നാനോടൊപ്പം ഇടിമുഴക്കത്തിന്റെ പുത്രൻ എന്ന് നീ പേരു നൽകിയ ഉത്സാഹിയും ധൈര്യശാലിയുമായ മാർ യാക്കോബിനെ പോലെ ഞങ്ങളുടെ ജീവിത കർത്തവ്യങ്ങൾ ഉത്സാഹത്തോടെ നിർവഹിക്കുവാനും പ്രതിസന്ധികളിൽ തളരാതെ നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് നിർഭയം നിനക്ക് സാക്ഷ്യം വഹിക്കുവാനും ഞങ്ങളെ സഹായിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കരകൗശല വിദഗ്ധർ, ഔഷധ നിർമ്മാതാക്കൾ, മത്സ്യവ്യാപാരികൾ തുടങ്ങിയവരുടെ മധ്യസ്ഥനായി വണങ്ങപ്പെടുന്ന മാർ യാക്കോബിന്റെ പ്രാർത്ഥനാ സഹായത്താൽ വിവിധ തൊഴിൽ മേഖലകളിൽ വ്യാപരിക്കുന്ന എല്ലാവരെയും പ്രയത്നങ്ങൾ വിജയപ്രാപ്തിയിൽ എത്തിക്കണമെന്ന് കർത്താവെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ശത്രുക്കളെയും തിന്മയുടെ ശക്തികളെയും തുരത്താൻ കുതിരപ്പുറത്ത് പടവാളുമേന്തി വന്ന മാർ യാക്കോബിന്റെ മാധ്യസ്ഥ്യ സഹായത്താൽ സകല വ്യാധികളിൽ നിന്നും രോഗപീഠകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമെന്ന് കർത്താവെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സന്താന ഭാഗ്യമില്ലാതെ ക്ലേശിക്കുന്നവരുടെയും തൊഴിലില്ലായ്മയിലും ജീവിതത്തിന്റെ തകർച്ചകളിലും ദുഃഖങ്ങളിലും കഴിയുന്നവരുടെയും കണ്ണുനീർ തുടച്ചു നീക്കി അവരുടെ നിയോഗങ്ങൾ സാധിച്ചു കൊടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും മൗനമായി നിന്ന് നമ്മുടെ വ്യക്തിപരമായ അർത്ഥനകൾ യാക്കോബ് ശ്ലീഹായുടെ മാധ്യസ്ഥത്തിൽ കർത്താവിന് സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഈ ലോക ജീവിതത്തിൽ നിന്റെ തിരുഷ്ടം നിറവേറ്റി ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തിയ രക്തസാക്ഷികളുടെയും വിശുദ്ധരുടെയും പ്രാർത്ഥനകൾ നിന്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് തുണയായിരിക്കട്ടെ. പ്രത്യേകമായി മാർ യാക്കോബ് ശ്ലീഹായുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളുടെ യാചനക്ക് ഉത്തരം നൽകുകയും ഞങ്ങളുടെ ഹൃദയാഭിലാഷങ്ങൾ സാധിച്ചിരിക്കുകയും ചെയ്യണമേ. രോഗങ്ങളിൽ സൗഖ്യവും പീഡകളിൽ ആശ്വാസവും പരീക്ഷകളിൽ വിജയവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ പൈതൃകമായ പരിപാലനത്തിന്റെ വക്തരണം ഞങ്ങളുടെ പേര് നിർലിപ്പിച്ച് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സൗഖ്യവും മോചനവും സമാധാനവും നല്ല ക്ഷണവും നൽകണമേ. സകല കൃപാവരങ്ങളുടെയും നിക്ഷേപാലയവും
സകല സൗഭാഗ്യങ്ങളുമായ ബാബായും പുത്രനും ജ്യോതിഷമായ സർവേശ്വര എന്നേക്കുമാമേ. സപദേ സുതരാം യാക്കോബും യോഹന്നാനും ഒരുപോലെ ഈശോ മിശിഹാതൻ പ്രിയരാ ശിഷ്യോത്തമരായി വിസ്തൃതരാ ഇസ്രായേലെന്ന വിധാനം കൈക്കൊണ്ടവനാം യാക്കോബിൻ നാമം പേരിയ ദിവ്യാത്മൻ ആദിമ സബതൻ അഭിമാനം മധ്യഗണത്തിൻ മാനസികരാ പായോടൊപ്പം മായാക്കോബും മിശിഹായ പുണ്യയോഗം കൈക്കൊണ്ടു ഇടിയുടെ മകനിൽ ഈശോയ പേരു വിളിക്കപ്പെട്ടവനാ തീഷ്ണതയിലും മായാക്കോ ധൈര്യം തികയും ശിഷ്യനുമായി ഈശോ തന്റെ പ്രിയങ്കരനാ മൂവരിലൊരുവൻ മായാക്കോ കർത്താവിൻ തിരുസദനത്തിൽ പാസാപാനം ചെയ്തല്ലോ സ്പെയിനിൻ രാജാധിപതി പ്രേഷിതനായി വിളങ്ങിയവനാം യാക്കോബെന്നും മധ്യസ്ഥൻ സംരക്ഷകനും അവർക്കെല്ലാം തങ്ങളുടെ പ്രേക്ഷിത വേലകളാൽ ദിവ്യ സനാതന സത്യങ്ങൾ ഉദ്ഘോഷിച്ച മഹാശയനെ പാരിടമെന്നും കീർത്തിപ്പൂ അശ്വാരൂഢൻ ശ്രീഹായോ കഞ്ചനതയെ കാക്കുന്നു ദുഷ്ടനെ ദൂരെ അകറ്റിടുവാൻ തലവാളെന്നുയർത്തുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. തിരുസഭയിൽ നമ്മെ ഒരുമിച്ച് കൂട്ടുകയും വചനത്താലും കൂദാശകളാലും പരിപോഷിപ്പിച്ച് വിശുദ്ധീകരിക്കുകയും ചെയ്യുന്ന നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപ നിങ്ങളുടെ മേലുണ്ടായിരിക്കട്ടെ. ചോദിക്കുന്നതിന് മുമ്പേ നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന സ്വർഗീയ പിതാവിന്റെ സ്നേഹപരിപാലനത്തിൽ ആശ്രയിക്കുവാനും ജീവിതത്തിൽ ഉണ്ടാകുന്ന സങ്കടങ്ങളെയും കുറവുകളെയും ദൈവ തിരുവിഷ്ടത്തിന് സമർപ്പിക്കുവാനും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മാർ യാക്കോബ് ശ്രീഹായുടെ പ്രാർത്ഥനാ സഹായത്താൽ നിങ്ങളുടെ ആശകൾ സഫലമാവുകയും പ്രതീക്ഷകൾ പൂവണിയുകയും ചെയ്യട്ടെ. പീഡകളിൽ നിന്നും ദുഷ്ടപിശാചിന്റെ കണികളിൽ നിന്നും കർത്താവിന്റെ ശ്രീവായുടെ ശക്തിയാൽ നിങ്ങൾ രക്ഷിതരാകട്ടെ. റൂഹാദുകുദിശായാൽ നിറഞ്ഞ പുണ്യപ്രവർത്തികളിൽ വ്യാപരിച്ച് ലോകത്തിൽ മിശിഹായുടെ സാക്ഷികളാകുവാനും നിത്യസൗഭാഗ്യം പ്രാപിക്കുവാനും നിങ്ങൾക്കിടയാവുകയും ചെയ്യട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക്